സാംസങ്ങിന്റെ സാംസങ് A03s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ വരുന്നത് 11,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A03s എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് A03sൽ 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഫോൺസും ഓൺലൈൻ ഫോൺസാണ്. ഓഫ്ലൈൻ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന അധിക ഫോണുകളൊന്നും വരുന്നില്ല. ഈ ഒരു സാംസങ് A03s എന്ന ഫോണും ഒരു ഓഫ്ലൈൻ ഫോണാണ്. പിന്നെ ഈ ഫോണിൽ TFT LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ചാണ് വരുന്നത്. കമ്പനി ഇൻഫിനിറ്റി V ഡിസ്പ്ലേ എന്ന പേരിൽ വിളിക്കുന്ന നോച്ചാണ് ഈ ഫോണിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ തന്നെ സാംസങ് M21 2021 എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിലാണെങ്കിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേയും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 196 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 9.1 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലൂ, ബ്ലാക്ക്, അതുപോലെ തന്നെ വൈറ്റും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ HELIO P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറോ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ മികച്ച പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓഫ്ലൈൻ മാർക്കറ്റിലും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, തരക്കേടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 3GB RAM 32GB ഇൻറ്റേർണലാണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 11,500 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 3GB RAM മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ 4GB RAM 64GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. 1 TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 MP f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജറൊന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 3GB RAM വെർഷൻ്റെ വില വരുന്നത് 11,499 രൂപയാണ്. അതുപോലെ തന്നെ 4GB RAM വെർഷൻ്റെ വില വരുന്നത് 12,499 രൂപയാണ്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അത്രയും മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ M21 2021 എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൻ്റെ 4GB RAM വെർഷനും വരുന്നത് 12,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു ഫോണിൻ്റെ വിലയും 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത് 4GB RAM വെർഷൻ്റെ കാര്യത്തിൽ. ആ ഒരു ഫോണിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേയും ഫുൾ HD റെസൊല്യൂഷൻ നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ എടുക്കുന്നതിൽ നല്ലത് സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് M21 2021 പോലുള്ള ഫോണുകളൊക്കെ എടുക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.